ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കുറേ കാലമായി പലരും പറയണേ ജിംനി ജിംനി ജിംനിന്ന്. പക്ഷേ നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് വണ്ടി കൊണ്ടുവരുന്നത്. പക്ഷേ കൊണ്ടുവരേണ്ട സാധനമാണെങ്കിലോ നല്ല ഒരു ക്ലീൻ ആയിട്ടുള്ള വർക്ക് എടുത്ത ഒരു വണ്ടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞല്ലേ നമുക്ക് ജിംനി റിവ്യൂ ആണെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കണ്ട ആൾക്കാരാണ് ചാനൽ എന്തായാലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ജിംനിയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്ന് ഡീപ്പായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ ഞാൻ ഈ കളറിൽ ഉള്ള വണ്ടി ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഞാൻ വൈറ്റും അതേമാതിരി ബ്ലാക്ക് കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ആ ഒരു കളറിനെക്കാട്ടിയും ഭയങ്കരമായിട്ട് ലൈക്കായത് ഈ ഒരു കളറാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു റോഡ് പ്രസൻസ് ആണ്. ഞാനിതിൽ അവിടുന്ന് വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആൾക്കാർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഒരു വണ്ടി, നോട്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ കളറിൻ്റെയാണ് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഭയങ്കര കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടറയിലും യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഈ വണ്ടിയുടെ പിക്ചേഴ്സ് വന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് കാരണം വെച്ചാൽ 3 ഡോർ ഓൾറെഡി പുറത്തുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈസ് അറിയാം, കാരണം ഒരു കുഞ്ഞൻ വണ്ടിയാണെന്ന് അറിയാം. പക്ഷേ നമുക്ക് ഈ ഒരു 5 ഡോർ വരുമ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തത് അത്യാവശ്യം വലിപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ വലിപ്പം തോന്നിക്കേണ്ട ഒരു സൈസുള്ള ഒരു വണ്ടി ആവും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു വാഹനം വന്നപ്പോൾ ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടും ഈ ഒരു കോമ്പാക്റ്റ് യൂസ്ഫുൾ ആണെന്ന് പറയാം. കാരണം സിറ്റി ഡ്രൈവിനായാലും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ടഫ് ടെറൈനിൽ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ നമ്മൾ സാധാരണ ഓഫ് റോഡർ എന്ന് പറയുമ്പോൾ ഭയങ്കര സൈസുള്ള ഓഫ് റോഡേഴ്സാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സൈസിൽ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു സൈസാണെന്ന് പറയാം. ഭയങ്കര കോമ്പാക്റ്റാണ്, ഓടിക്കൊണ്ടവർക്കും കംഫർട്ടാണ്. കാരണം വെച്ചാൽ നമുക്ക് ഓഫ് റോഡ് പോകുമ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, സൈസ് കുറവാണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തൂല ഈ ഒരു വാഹനത്തെ കുറിച്ച്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഔട്ടർ ലുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഇൻ്റർനാഷണൽ വന്ന ആ ഒരു 3 ഡോറിൽ നിന്നും അങ്ങനത്തെ വലിയ കാര്യമായ ചേഞ്ചസ് ഒന്നും ഈ ഒരു മോഡലിൽ വന്നിട്ടില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് 4th ജനറേഷൻ ജിംനിയാണ്. 4th ജനറേഷനിലാണ് നമുക്ക് 3 ഡോർ വിത്ത് 3 ഡോറും അതേപോലെ തന്നെ 5 ഡോറും വന്നിട്ടുള്ളത്. ഓപ്ഷൻ 5 ഡോർ മീൻസ് നമുക്ക് 4 ഡോറും ബൂട്ടും കൂടി കൂടിയിട്ടുണ്ട്. അതേമാതിരി 3 ഡോർ എന്ന് പറയുമ്പോഴും ബൂട്ടും കൂടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ ബോണറ്റ് നോക്കുകയാണെങ്കിൽ വലിയ ഗിംബിക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര ബൾജ് ഫീൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ജിപ്സിയിലൊക്കെ വന്ന ആ ഒരു രീതി തന്നെയാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ ജിപ്സിയുടെ കുറേ എലമെൻറ്റ് നമുക്ക് ജിംനിയിൽ കാണാൻ പറ്റൂട്ടോ. ഞാൻ ഇന്ത്യയിൽ പോകുമ്പോഴും കാണിച്ചു തരാം ഞാൻ എന്തൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നോക്കുകയാണെങ്കിൽ 2 ക്യാരക്ടറിനാണ് വന്നിട്ടുള്ളത്. അത് അങ്ങനെ ബൾജ് നിൽക്കാത്ത രീതിയിൽ കോമൺ ആയിട്ട് നോർമൽ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ടോപ്പ് എൻഡ് മോഡലാണ്. ടോപ്പ് എൻഡ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ഈ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഹെഡ് ലാമ്പ് കാണാൻ പറ്റും. ഹെഡ് ലാമ്പ് ഒരു പ്രൊജക്ടറാണ്, സിംഗിൾ പ്രൊജക്ടറാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്കൊരു DRL പോർഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. ഇൻഡിക്കേറ്ററൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ഡിസൈനൊക്കെ പാറ്റേണൊക്കെ കൊടുത്തിട്ടുള്ള രീതിയിലാണ്. റൗണ്ട് ഫീലാണ്, പക്ഷേ അതിൽ ഒരു ഡിസൈൻ പാറ്റേണൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട്. പിന്നെ നമുക്ക് താഴായിട്ട് വരാൻ നമുക്ക് ഒരു ഹെഡ്ലൈറ്റ് വാഷർ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് നോക്കുകയാണെങ്കിൽ ചേഞ്ചഡാണ്. നമുക്ക് ഈ ഒരു സംഭവങ്ങൾ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാവില്ല ഇതിന് മുന്നേ. ഇത് ഞാനും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഗ്രില്ല് കാണുന്നത്. സുസുക്കിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ബോഡി കാർഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. താഴായിട്ട് വരാൻ നമുക്ക് ഫോഗ് ലാമ്പ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു പോർഷൻസൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ കാണാൻ വരുത്തിയിട്ടുണ്ട്. ഇവിടെ കളർ ചേഞ്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഒരു സിൽവർ കളറാണ് ഇവിടെ വരാറ്, അതൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടഫായിട്ടുള്ള ഒരു മെറ്റീരിയൽ കാണാൻ പറ്റും. സൈഡ് പ്രൊഫൈലായിട്ട് വരികയാണെങ്കിൽ വീലാർച്ച് കാണാൻ പറ്റും. വീലാർച്ചൊക്കെ ഒരു ഫൈബർ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വീലാർച്ചും അതേപോലെ തന്നെ സൈഡിൽ നമുക്ക് ഈ ഒരു ഫുഡ് സ്റ്റെപ്പിൻ്റെ കാണാൻ പറ്റും. ഫുഡ് സ്റ്റെപ്പ് കാണാൻ വരുന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് ഈ പോർഷൻസൊക്കെ ഒരു ഫൈബർ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ആ പണ്ടത്തെ മാരുതിയിലൊക്കെ കണ്ടുന്ന രീതിയിൽ വന്നിട്ടുള്ള ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇപ്പോഴും ഇൻഡിക്കേറ്ററൊക്കെ വന്നിട്ടുള്ളത്. LED എന്നല്ല, നോർമൽ രീതിയിൽ തന്നെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ടയേഴ്സ് നമുക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ഇതിൽ വന്ന ടയേഴ്സ് മുന്നേ വന്ന ടയേഴ്സ് നോക്കുകയാണെങ്കിൽ അല്ല സ്റ്റോക്കിൽ വന്ന ടയർ നോക്കുകയാണെങ്കിൽ വിടുത്ത് കുറഞ്ഞിട്ടുള്ള ടയറാണ്. പക്ഷെ അത് ശരിക്കും ഈ വണ്ടിൻ്റെ ലുക്കിന് അത് മാച്ച് ആവുന്നില്ല എന്ന് പറയാം. കാരണം സ്റ്റോക്കിൽ വരുന്ന ടയർ പറയുകയാണെങ്കിൽ വിടുത്ത് കുറഞ്ഞ ടയറാണ്. പക്ഷെ അത് ഈ ഒരു വണ്ടിക്ക് ഒരിക്കലും മാച്ച് ആവാത്ത രീതിയിൽ ടയറാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇതൊരു ഓഫ് റോഡ് വാഹനമാണെന്ന് ഒരിക്കലും തോന്നില്ല. ആ ഒരു ടയർ കാണുമ്പോൾ ഒരു രസമില്ല, അടുത്തൊരു ടയറായിരുന്നു. ഇതിപ്പോൾ നമുക്ക് എന്തായാലും ടയർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. സൈസ് നോക്കുകയാണെങ്കിൽ 235, 75, R15 ഇഞ്ച് ടയേഴ്സാണ് വന്നിട്ടുള്ളത്. ഓൾ ടെറൈൻ ടയേഴ്സ് തന്നെയാണ്. ഇതിൽ നമുക്ക് സുസുക്കിയുടെ ബ്രാൻഡിങ് കൊണ്ട് വിട്ടിട്ടുള്ള അലോയ് വീല് കാണാൻ പറ്റും. ഒരു ഹാഷ് കളർ രീതിയിൽ വരുന്ന ഒരു വീലാണ്. അത് രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര വണ്ടിക്ക് മാച്ച് ആവേണ്ട രീതി തന്നെയാണ് ഈ വീലൊക്കെ വന്നിട്ടുള്ളത്. അല്ല സൈഡ് പ്രൊഫൈലിലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഫുഡ് സ്റ്റെപ്പ് കാണാനൊന്നും വന്നിട്ടില്ല. അതിന് ആവശ്യമുണ്ടോ വെച്ചാൽ ചിലർക്ക് ആവശ്യം വരേക്കാറും. പക്ഷേ ഇതിലങ്ങനെ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല എനിക്ക്. അങ്ങനെ കയറാനും ഇറങ്ങാനും അങ്ങനെ ബുദ്ധിമുട്ട് കാണാനൊന്നും വരുന്നില്ല. ഹൈറ്റ് കുറവാണല്ലോ.
പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു ഫുൾ സൈസ് ആയിട്ടുള്ള ഒരു മിററാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ഇതിൻ്റെ ഒരു മിറർ പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന ഗ്ലാസ് ഇങ്ങനെ ഒരു മാറ്റം കാണാൻ പറ്റും. അത് ഈ ഒരു മിററിലായിട്ടുള്ള ഒരു ഫോക്കസിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പോർഷൻ്റെ ഡിസൈനിങ്ങിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ ഡോർ ഹാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ നോർമൽ രീതിയില്ല, മാരുതിയിൽ പണ്ട് കണ്ടിരുന്ന ആ രീതിയിലുള്ള ഡോർ ഹാൻഡിലൊക്കെ തന്നെ രീതിയിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മാനുവൽ അൺലോക്ക് കാണാൻ പറ്റും, അതേപോലെ റിക്വയർഡ് സെൻസർ കാണാൻ പറ്റും. അത് നമുക്ക് ഡ്രൈവർ സൈഡിലും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ബോട്ടിലും വന്നിട്ടുണ്ട്. നമുക്ക് കീലെസ് എൻട്രി ആണ് ഉദ്ദേശിക്കുന്നത്. ഈ റൂഫിലേക്ക് വരികയാണെങ്കിൽ റൂഫിൽ നമുക്ക് ഡുവൽ ടോൺ ആണ്, ഒരു ഗ്ലോസി ബ്ലാക്ക് ആണ് റൂഫിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് റൂഫ് ബാർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അഡീഷണൽ ചെയ്ത സംഭവമാണ് കേട്ടോ. അതൊക്കെ ഈ ഒരു വണ്ടിയുടെ ലുക്കിന് ഭയങ്കരമായിട്ട് ചേഞ്ച് വരുത്തുന്നുണ്ട്. ഈ റിയറിലെ ടയേഴ്സ് കാണാൻ പറ്റും. റിയറിൽ നമുക്ക് ഡ്രം ബ്രേക്സ് ആണ് വന്നിട്ടുള്ളത്. ഈ റിയറിലെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 235, 75, 16 ഇഞ്ച് ടയേഴ്സ് തന്നെ. ഫ്രണ്ട് കണ്ട സെയിം വീൽസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഇതിൽ നമുക്ക് ഡ്രം ബ്രേക്കാണ് റിയറിൽ വരുന്നത്, ഡിസ്ക് അല്ല. ഇനി ബാക്ക് പ്രൊഫൈലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കുഞ്ഞൻ ഒരു ഗ്ലാസ് കാണാൻ പറ്റുന്നുണ്ട്. 40 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. ഇനി ബാക്കിലായിട്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു സൈസിൽ വരുന്ന സാധനം ഇങ്ങനെ കട്ട് ചെയ്ത പോലെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിട്ടുള്ളത്. പക്ഷേ ബാക്ക് ഭയങ്കരമായിട്ട് ലുക്ക് വരുന്നുണ്ട്. റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ലുക്കിൽ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടയർ ചേഞ്ച് ചെയ്തതും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു എക്സ്ട്രാ ഒരു എലമെൻറ്റും കൂടി ആഡ് ചെയ്താണ് കാണാൻ പറ്റുന്നത്. ഒരു ലാഡർ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെയ്തതാണ് സംഭവം. ബാക്ക് ലുക്ക് ഭയങ്കരമായിട്ട് അമേസിംഗ് ആണെന്ന് പറയാം. അപ്പോൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിന് ഈ ഒരു ബാക്കിൽ പ്ലേസ് ചെയ്താണ് ഒന്നാമത് ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു എന്താണ് ഇതിന് റിക്വയർഡ് സെൻസർ ബാക്കിലും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഡീഫോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്, റിയറിലെ വൈപ്പർ വരുന്നുണ്ട്, ഒട്ടനേകം കാര്യങ്ങൾ നമുക്ക് റിയറിൽ വരുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ നമുക്ക് സെൻസേഴ്സ് കാണാൻ പറ്റും, റിയർ പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ടൈൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ ടൈൽ ലാമ്പ് നമുക്ക് സ്റ്റോക്ക് ടൈൽ ലാമ്പാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ്, അതേപോലെ ഇൻഡിക്കേറ്റർ, റിവേഴ്സ് ലാമ്പ് കാണാൻ പറ്റും. അതൊക്കെ നോർമൽ ഹാലജനാണ് വന്നിട്ടുള്ളത്. നമുക്കിത് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഇതിൽ ആഫ്റ്റർ മാർക്കറ്റ് ടൈൽ ലാമ്പ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ. നമുക്ക് മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ പല ടൈപ്പിൽ പല രീതിയിൽ നമുക്ക് എന്ത് ടൈൽ ലാമ്പിൻ്റെ ഡിസൈൻസ് വന്നിട്ടുണ്ട്. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. കാരണം വെച്ചാൽ നമുക്ക് താറിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം സ്പേസ് കൂടുതലാണ്. അതേപോലെ ഇത് ഹൈഡ്രോളിക് സ്ട്രക്ചറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആണ്ട് പൊയ്ക്കോളും, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. വെച്ചാൽ പിന്നെ വെയിറ്റ് വരും, ടയറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഹൈഡ്രോളിക് ഉള്ളതാണ് നല്ലത് വന്നിട്ടുള്ളത്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഇവിടെ ഒരു 12 വാട്ടിൻ്റെ സോക്കറ്റ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റിൻ്റെ സ്വിച്ചൊക്കെ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യായിരുന്നു. കാരണം വെച്ചാൽ അങ്ങനത്തെ പോരാത്തൊരു സ്വിച്ചൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ റാക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു മാറ്റാണ് നമുക്ക് ഇനി ഇൻറ്റീരിയൽ മൊത്തം കാണാൻ പോകുന്നത്. ഇതൊരു റഫായിട്ടുള്ള മാറ്റാണ്. കാരണം വെച്ചാൽ ഒരു ഓഫ് റോഡ് വണ്ടിക്ക് എങ്ങനെ കൊടുക്കേണ്ട ആ രീതി തന്നെയാണ് ഇതിൻ്റെ മാറ്റുകളൊക്കെ വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇതൊക്കെ നമുക്ക് മണ്ണാവാൻ ചാൻസ് കൂടുതലാണല്ലോ, അല്ലെങ്കിൽ ചളിയാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിലുള്ള രീതിയിലുള്ള ടഫായിട്ടുള്ള മെറ്റീരിയൽസാണ് ഇതിൽ ഇൻറ്റീരിയലും യൂസ് ചെയ്തിട്ടുള്ളത്. 211 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഈ വരുന്ന മാറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ ആക്സസറീസ് ആണ്. ഇത് ഒരിക്കലും ടോപ്പ് എൻഡ് മോഡലിൽ പോലും നമുക്ക് കമ്പനി കൊടുക്കുന്നില്ല ഈ ഒരു മാറ്റ് പോലും. കാരണം വെച്ചാൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കണ്ടില്ല, ഈ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് നമുക്ക് ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. അത് നമുക്ക് കസ്റ്റമൈസ് വരുത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും അവിടെ പോകുമ്പോൾ കാണിച്ചു തരാം. ബാക്കിലെ സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് കൊടുത്തിട്ടുള്ളത്. ലോക്ക് വരുന്നുണ്ട്. നമുക്കിത് വേണമെങ്കിൽ അങ്ങോട്ടൊന്നും മറിച്ചിടാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻറ്റീരിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഒരു നോർമൽ ഒരു മാരുതിയുടെ വാഹനം തുറക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തത്. ഇതൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീൽ വന്നത്. കാരണം ഡോർ തുറക്കുമ്പോഴുള്ള സൗണ്ട് ഭയങ്കരമായിട്ട് രസമുണ്ട് കേൾക്കാൻ. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടായതൊന്നും ഞാൻ എന്താ അവസ്ഥ എന്നറിയില്ല. ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയറാണ് വന്നിട്ടുള്ളത്. പക്ഷേ റൂഫ് കളറിന് വ്യത്യാസമുണ്ട്. റൂഫ് ബീജാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഡോർ പാഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഡോർ പാഡാണ് വന്നിട്ടുള്ളത്. അതിലൊക്കെ നോക്കുകയാണെങ്കിൽ ടഫായിട്ടുള്ള മെറ്റീരിയൽ, അങ്ങനെ സോഫ്റ്റ് മെറ്റീരിയൽസ് ഒന്നുമല്ല. കാണിച്ചാൽ ഇതൊക്കെ ഓഫ് റോഡ് വാങ്ങാനാണല്ലോ. അപ്പോൾ ആ ഒരു ടെറൈനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ക്വാളിറ്റി കാണുമ്പോൾ വലിയ കുഴപ്പം തോന്നുന്നില്ല. കുറച്ചും കൂടി കാലം കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് പറയാനുള്ളൂ. കാരണം വെച്ചാൽ ചിലപ്പോൾ എന്ത് കളർ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്കറിയില്ല എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നൊന്നും നമുക്കറിയില്ല. ഇവിടെ സൈഡിൽ നോക്കണ ഒരു സ്പീക്കർ കാണാൻ പറ്റും. അതേപോലെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഒരു അൺലോക്ക് കാണാൻ പറ്റും. അൺലോക്കൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു പ്രീമിയം ഫീൽ വരുന്നുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നിട്ടില്ല. ഇനി സൈഡിലേക്ക് നമുക്ക് ഇവിടെ ഒരു സൺവൈസർ കാണാൻ പറ്റും. ഇത് നമുക്ക് നെക്സയുടെ ഒറിജിനൽ ആക്സറീസ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് വണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ആക്സറീസ് ആണ്. അതേപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ജിന്നി എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ പറ്റും. ഇത് നമ്മൾ എക്സ്ട്രാ ആക്സറീസ് ആണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ കുറേ ആയിട്ടൊന്ന് നമുക്ക് ജിമ്മിയിൽ അല്ലാതെ മാരുതി കൊടുക്കേണ്ട എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് കേട്ടോ. നമുക്ക് കമ്പനി തന്നെ നമുക്ക് ഓപ്ഷണലായിട്ട് വന്നിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്.
ഈ ഉള്ളിലായിട്ട് വരികയാണെങ്കിൽ ഒരു ഫാബ്രിക് സീറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. സീറ്റൊക്കെ നോക്കുന്നത് ഭയങ്കര ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കുഷനിങ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള സീറ്റാണ് വന്നിട്ടുള്ളത്. ഹെഡ് റെസ്റ്റ് ആയാലും നല്ല വലുപ്പമുള്ള ഹെഡ് റെസ്റ്റുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞു ഈ ഒരു ഫ്ലോർ മാറ്റ് പോലും ഇത് നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. ഭയങ്കരമായിട്ട് കോമ്പാക്റ്റ് ആണ് കേട്ടോ. പക്ഷേ ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കൈ അവിടെ എത്തേണ്ട രീതിയിലാണ്. അത്ര സ്പേസ് വരുന്നുള്ളൂ, അത്ര ലെങ്ത്തേ വരുന്നുള്ളൂ ഈ ഒരു വാഹനം. ഭയങ്കര കോമ്പാക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ സ്റ്റീറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ എവിടേക്കോ കണ്ട് മറന്നൊരു സ്റ്റീറിംഗ് വീലായിട്ട് തോന്നും. സ്വിഫ്റ്റിലൊക്കെ വന്ന രീതിയിൽ തന്നെയുള്ള സ്റ്റീറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. ഒരു 3 സ്പോക്ക് സ്റ്റീറിംഗ് വീലാണ്. അതിൽ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനും അതേമാതിരി വോളിയം അപ്പ് ആൻഡ് ഡൗൺ, ക്ലസ്റ്ററിൻ്റെ കൺട്രോൾ, ഇതിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കാൻ നമുക്ക് ക്രൂസ് കൺട്രോൾ വന്നിട്ടുണ്ട്. ടോപ്പ് എൻഡ് മോഡൽ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കോൾ അറ്റൻഡ് ചെയ്യാനും വോയിസ് കമാൻഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ലാതെ മാരുതിയിൽ കൊടുക്കാൻ പറ്റിയ കുറേ ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിൻ്റെ കാര്യം കോംപ്രമൈസ് ആണെങ്കിലും പക്ഷേ ഫീച്ചേഴ്സിൽ ഇപ്പോൾ കുറേയൊക്കെ മാരുതിയും അപ്ഗ്രേഡ് ആയി വന്നിട്ടുണ്ട്. ഈ ക്ലസ്റ്ററിലോട്ട് നോക്കുകയാണെങ്കിൽ അനലോഗ് ക്ലസ്റ്റേഴ്സാണ്. നമ്മളെ ജിപ്സിയുടെ ആ ഒരു ഇത് കീപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലസ്റ്ററും വന്നിട്ടുള്ളത്. ആ ഒരു ജിപ്സിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ജിമ്നിയിലും ക്ലസ്റ്റർ സെയിം അനലോഗ് 2 ക്ലസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പുറത്ത് നോക്കണം RPM ഗേജ് കാണാൻ പറ്റും. കുറേ വാണിങ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. വാണിങ്സ് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. സെൻറ്ററിൽ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഡിജിറ്റലാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ സ്പീഡോമീറ്റർ കാണാൻ പറ്റും. സ്പീഡോമീറ്റർ നോക്കുന്നത് 180 ആണ് മാക്സിമം സ്പീഡ് കാണിക്കേണ്ടത്. ഡോർ വാണിംഗ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സീറ്റ് ബെൽറ്റിൻ്റെ വാണിംഗ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റിയറിലെ സീറ്റിനും വാണിംഗ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു രസം പറഞ്ഞുതരാം. ഞാൻ ബാക്ക് പോകുമ്പോൾ പറഞ്ഞുതരാം, കോമഡിയാണ്. ഈ ഒരു സൈഡിലേക്കാണ് നമുക്ക് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റബിൾ ആവേണ്ട ഹെഡ്ലൈറ്റാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററുടെ കൺട്രോളും കാണാൻ പറ്റും. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾ, ഫ്രണ്ടിലെയും റിയറിലെയും വൈപ്പറിൻ്റെ കൺട്രോൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുന്ന ഓട്ടോ ഓഫ്, അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ വാഷർ, ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മിററിൻ്റെ കൺട്രോൾ വന്നിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഫീച്ചേഴ്സ് കുറേയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സേഫ്റ്റി വഴിക്ക് ബാക്കി എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു വണ്ടിയിൽ. ഓക്കെ, കണ്ടില്ല, അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ സുസുക്കിൻ്റെ ബ്രാൻഡിങ്ങോട് കൂടിയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. വണ്ടിയുടെ ആവറേജ് മൈലേജ് കാണിക്കുന്നുണ്ട്. 8.9 ആണ് ഇതിൻ്റെ മൈലേജ് കാണിക്കുന്നത്. പിന്നെ കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. 95 കിലോമീറ്റർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നോക്കണേ AC വെൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞൻ AC വെൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. ചെറിയ AC വെൻസ് ആണ്. ഇവിടെ ഹസാർഡിൻ്റെ വട്ടം വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അവിടെ തുറന്നടിച്ചാൽ ഈ ഒരു സൗണ്ട് കേട്ടാ. ഇതാണ് നമുക്ക് ഇൻഡിക്കേറ്ററിനും അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇട്ടുതരാം. ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ സൗണ്ട് ഇതാണ് കൊടുത്തിട്ടുള്ളത്. രസമുണ്ട് കേട്ടോ കേൾക്കാൻ ആ സൗണ്ട്. ഈ സെൻട്രലായിട്ട് വരികയാണെങ്കിൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ടുള്ള AC വന്നിട്ടുള്ളത്. അതിൻ്റെ കൺട്രോൾ കാണാൻ പറ്റും. അതേപോലെ അതിൻ്റെ മോഡ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ വരാൻ നമുക്ക് പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാൻ പറ്റും. ഇവിടെയാണ് ഇതിൻ്റെ പവർ വിൻഡോൻ്റെ കൺട്രോൾ വന്നിട്ടുള്ളത്. കോ ഡ്രൈവറിൻ്റെ പവർ വിൻഡോൻ്റെ കൺട്രോൾ ഈ ഒരു സൈഡിലാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ, ഹോൾഡ് അസിസ്റ്റ്, പിന്നെ അത് ഓട്ടോ ഇതാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഡ്രൈവർ സൈഡത്തെ പവർ വിൻഡോൻ്റെ കൺട്രോളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗിയർ നോബ് നോക്കുകയാണെങ്കിൽ ഇതൊരു 4 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സെക്കൻഡും അതേപോലെ തന്നെ ലോ, നമുക്ക് ഓഫ് റോഡ് ഗിയർ വരുന്നുണ്ടല്ലോ, അതിൻ്റെ ഓപ്ഷൻസാണ് വന്നിട്ടുള്ളത്. ഇതൊരു 4x4 ആണ് ഞാൻ പറഞ്ഞു. ഇത് ടോപ്പ് എൻഡ് മോഡലാണ്. അപ്പോൾ അതിൽ വന്നിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഹാൻഡ് ബ്രേക്ക് കാണാൻ പറ്റും. ഹാൻഡ് ബ്രേക്ക് മാനുവൽ ഹാൻഡ് ബ്രേക്കാണ്, ഇലക്ട്രിക് ഒന്നല്ല വന്നിട്ടുള്ളത്. ഇവിടെ നോക്കണം, നമുക്ക് എക്സ്ട്രാ സ്വിച്ച് കൊടുക്കാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിൽ 2 പവർ വിൻഡോൻ്റെ കൺട്രോൾ നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വന്നിട്ടുള്ളത്. സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഈ ഒരു സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബോണ്ട് കണ്ട് ഓടിക്കാം എന്നറിയില്ല, ആ രീതിയിലാണ് ഇതിൻ്റെ വ്യൂ വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ മിറർ നമുക്ക് ഓട്ടോ ഡിമ്മിങ് അല്ല, മാനുവൽ ഡിമ്മിങ് ആണ് വന്നിട്ടുള്ളത്. ഈ സൺവൈസർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാൻറ്റി മിറർ ഉള്ളു. ലൈറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ലൈറ്റ് ഇല്ല, ഇവിടെയും ലൈറ്റ് കൊടുത്തിട്ടില്ല. അതൊക്കെ പിന്നെ മരത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, വരില്ല. പിന്നെ ഈ ഹാൻഡിലൊക്കെ നോക്കുകയാണെങ്കിലും പഴയ ഡിസൈൻ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും, ഗ്ലൗ ബോക്സ്, പിന്നെ ഇവിടെ ഒരു എയർ ബാഗിൻ്റെ ബാഡ്ജിങ്, ഇവിടെ ഒരു ഹാൻഡിലാണ് വന്നിട്ടുള്ളത്. ഇവരിങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഹാൻഡിൽ കൊടുത്ത് കാണാൻ പറ്റും. ഇയറിലായിട്ട് വരികയാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിയും സ്പേഷ്യസ് ആണെന്ന് പറയാം. കാരണം വെച്ചാൽ
സ്പേസ് വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലെ സീറ്റ്, ഡ്രൈവർ സീറ്റ് അത്യാവശ്യം കുറച്ച് ബാക്കിലാണ് കിടക്കുന്നത്, എന്നാൽ പോലും സ്പേസുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ സെൻട്രൽ ടണൽ വരുന്നുണ്ട്. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെയാണ്. ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ പവർ വിൻഡോൻ്റെ കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്നും കൺട്രോൾ, അവിടെ സെൻട്രലിലെ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ കാണിച്ചു തന്നു. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റം കാണാൻ പറ്റും. അതേപോലെ ഡോർ ഹാൻഡിൽ പ്രീമിയം അൺലോക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 എയർ ബാഗ് കാണിച്ചു തന്നു, അതേപോലെ ഇവിടെ എയർ ബാഗ് കാണിച്ചു തന്നു. അങ്ങനെ ടോട്ടലി 6 എയർ ബാഗാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. എയർ ബാഗിൻ്റെ കാര്യത്തിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. 6 എയർ ബാഗുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ സേഫ്റ്റിയിൽ ഭയങ്കര കാര്യമാണ്. പക്ഷേ നമുക്ക് എത്രത്തോളം ഉണ്ട് നമുക്ക് എന്തായാലും കണ്ടറിയേണ്ടി വരും. അപ്പോൾ ഈ എൻജിൻ റൂം ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രോളിക് അല്ല, നമുക്ക് മാനുവൽ ആ സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കവറിംഗ് ഒന്നും വന്നിട്ടില്ല, നോർമൽ ഇത് തന്നെയാണ് വന്നിട്ടുള്ളത്. F50B എന്ന സീരീസിൽ വരുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ വാഹനത്തിൽ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഐഡിൽ ഓഫ് വരുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ വണ്ടി ട്രാഫിലേക്ക് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഇന്ന ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവേണ്ട രീതിയിലുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട രീതിയിലുള്ള ആ ഒരു ഓപ്ഷൻ ഇതിൽ വന്നിട്ടുണ്ട്. ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് വന്നിട്ടുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്. അപ്പോൾ ആ ഒരു സംഭവം കൂട്ടിയുള്ളൊരു എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഒരു 1462 cc ഒരു പെട്രോൾ എഞ്ചിനാണ്, അതും 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇതിന് മാക്സിമം പവർ നോക്കുകയാണെങ്കിൽ ഒരു 103 bhp പവറും അതേപോലെ തന്നെ 134 Nm ടോർക്കാണ് ഈ ഒരു വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ബാക്കി നമുക്ക് ഇതിൻ്റെ ഒരു ഓഫ് റോഡ് പോയാലാണ് ബാക്കി ക്യാപ്പബിലിറ്റീസ് ഒക്കെ എങ്ങനെ വരുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓടിച്ചുകൊടുക്കേണ്ടത് ജിമ്മിയാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ബോണറ്റ് കണ്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര കോമ്പാക്റ്റ് സൈസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇതാണ് കേട്ടോ, സൈഡൊക്കെ കണ്ടിങ്ങനെ പോകാം. പിന്നെ കാല് കൊടുക്കുകയാണെങ്കിലും പെട്ടെന്നാണ് RPM കയറേണ്ടത്, ചെറിയൊരു ലാഗ്. സ്റ്റിയറിങ് ഭയങ്കര സ്മൂത്താണ്, എടുത്ത് പറഞ്ഞ കാര്യമാണ്, ഭയങ്കര സ്മൂത്താണ്. ഹോൺ നോക്കുകയാണെങ്കിൽ നമ്മൾ ഷിഫ്റ്റിലൊക്കെ കണ്ടുവന്ന ആ രീതിയിലുള്ള ഹോണാണ്. അതൊക്കെ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ ഇതൊരു വലിയ വണ്ടിയാണെന്ന് തോന്നിക്കുന്നില്ല ആ ഒരു ഹോണുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് കാല് കൊടുക്കുകയാണെങ്കിൽ ആകെ 4 സ്പീഡേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഗിയറിൽ RPM നല്ല കയറിയിട്ടാണ് വണ്ടി കയറി പോകുന്നത്. ഞാൻ കാല് കൊടുക്കുകയാണ്. അപ്പോൾ ഓടിച്ചിട്ട് എന്തുകൊണ്ടും ബെറ്റർ ആണെന്ന് പറയാം. പിന്നെ ഇത് ഒരു ഓഫ് റോഡൊക്കെ പോയി നോക്കിയാലേ ഇത് അറിയുള്ളൂ. കാരണം വെച്ചാൽ ഇത് ഓഫ് റോഡ് സെഗ്മെൻറ്റ് വാങ്ങാനാണല്ലോ. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഓഫ് റോഡ് പോയാലേ അറിയുള്ളൂ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ജിമ്മിയുടെ വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുറേ കാലമായി നമ്മളോട് പലരും വീഡിയോ ചെയ്യാൻ പറയണം. അപ്പോൾ ഇന്നെന്തായാലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തായാലും അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കണ്ടാൽ സബ്സ്ക്രൈബ് മറക്കരുത്. മറ്റൊരു ചില കിടിലം വീഡിയോ വരാം. അപ്പോൾ അതുവരേക്കും ബൈ.